അമ്മയും മകളും സയനൈഡ് കഴിച്ച് മരണപ്പെട്ടത്. തിരുവനന്തപുരം പൂന്തറ ശാന്തി ഗാർഡൻസിലെ താമസിക്കുന്നവരാണ് സജിതയും മകൾ ഗ്രീമയും. അവർ മരണം തൊട്ടു മുമ്പ് പൂന്തറ ശാന്തി ഗാർഡൻസ് റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കും അവിടുത്തെ കൗൺസിലർ ഗിരിജയ്ക്കും ചെയ്യാൻ പോകുന്ന വിവരം വാട്സാപ്പിൽ കൂടെ അറിയിച്ചു. അവർ ഉടൻ തന്നെ പൂന്തറ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ വസതിയിൽ ഓടിയെത്തി. വാതിലകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. കൗൺസിലറും അതുപോലെ തന്നെ അസോസിയേഷൻ ഭാരവാഹികളും പൂന്തറ SHOയും മറ്റും വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി നോക്കുമ്പോൾ അവിടുത്തെ സെറ്റിയിലെ മകളും കിടപ്പുണ്ട്. മകൾ ഗ്രീമ ആ സോഫയിൽ മലർന്ന് കിടക്കുകയാണ്. ഗ്രീമയുടെ പുറത്ത് അമ്മ കമിഴ്ന്ന് കിടക്കുന്നു. അതാണ് സ്ഥിതി. അതിന് തൊട്ടടുത്ത് മരണക്കുറിപ്പും എഴുതി വച്ചിട്ടുണ്ട്. മകളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് മരണകാരണം എന്ന് കൃത്യമായിട്ട് എഴുതിയും വെച്ചിട്ടുണ്ട്. പ്രേരണ കുറ്റത്തിന് അയാളുടെ പേരിൽ കേസെടുക്കേണ്ടി വരും. 200 പവൻ സ്ത്രീധനമായി കല്യാണം കഴിച്ച വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം അയർലൻഡിലാണെന്ന് പറയുന്നു. അവിടെ ജോലിയാണ്. 5-6 വർഷമായി ഇപ്പം നാട്ടിൽ വന്നിട്ട്. വിവാഹത്തിന് ശേഷം മടങ്ങി വന്നില്ല എന്നും പറയുന്നു. ഇപ്പോൾ ഒരു കല്യാണം, ഉണ്ണികൃഷ്ണൻ്റെ ബന്ധു മരിച്ച വീട്ടിലെ അമ്മ സജിതയും ഗ്രീമയും ചെന്നപ്പോൾ ആ മരണ വീട്ടിൽ വെച്ച് ഇവരെ അപമാനിച്ചു ഉണ്ണികൃഷ്ണൻ. അത് താങ്ങാൻ പറ്റാതെയാണ് രണ്ടുപേരും കഴിഞ്ഞ ബുധനാഴ്ച ഇന്നലെ 21-ാം തീയതി മരണപ്പെട്ടത്. 200 പവൻ സ്ത്രീധനമായിട്ട് അയാൾക്ക് കൊടുത്തു. അത് ലോക്കറിൽ ഇരിപ്പുണ്ട്. മറ്റ് സ്വത്തുക്കളുമൊക്കെ ലോക്കറിൽ ഇരിപ്പുണ്ട്. ഇതൊന്നും അയാൾക്കിനി അവകാശപ്പെട്ടതല്ല, അയാൾക്ക് കൊടുക്കാൻ പാടില്ല എന്നും എഴുതി വച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ്റെ ബന്ധുവീട്ടിലെ മരണത്തിൽ വെച്ചിട്ടാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഭാര്യയും അമ്മയും ഇയാളെ കാണുന്നതും സംസാരിക്കുന്നതും. അവിടെ വെച്ച് വളരെ ഹൃദയഭേദകമായ രീതിയിൽ അവമാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് താങ്ങാൻ പറ്റാതെ അവർ സ്വന്തം വീട്ടിൽ വന്നിട്ട് ആ ശാന്തിഗ്രാം റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ഭാഗമായ അവരുടെ വസതിയിൽ വന്ന് രണ്ടുപേരും മരണപ്പെട്ടത്. അത് പൊട്ടാസ്യം സയനൈഡ് കഴിച്ച് തന്നെയാണ്. അത് കഴിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനായിട്ട് ഗ്ലൗസ്, രണ്ടുപേരുടെയും ഗ്ലൗസ് അവിടെ തന്നെ കിടപ്പുണ്ട്. നോട്ടിൻ്റെ സമീപത്ത് തന്നെ രണ്ടുപേരും ഓരോ ഗ്ലൗസ് ഉപയോഗിച്ചിരിക്കുന്നു. ഈ പൊട്ടാസ്യം സയനൈഡ് കൈകാര്യം ചെയ്യാൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ്. ഇത് എടുക്കുമ്പോഴൊക്കെ ഈ ഗ്ലൗസ് ഉപയോഗിക്കും എന്നവർക്കറിയാം വ്യക്തമായിട്ട്. പക്ഷേ 1 മാസം മുമ്പ് ആണ് ഇവരുടെ ഭർത്താവ്, സജിതയുടെ ഭർത്താവ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടയർ ചെയ്ത വ്യക്തി മരണപ്പെട്ടത്. അത് ഹൃദയാഘാതമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പൊട്ടാസ്യം സയനൈഡ് തന്നെയാണോ എന്നൊരു സംശയം മകളുടെ ആ മരണക്കുറിപ്പിൽ നിന്ന് തോന്നുന്നു. മകൾ പറഞ്ഞിരിക്കുന്ന പിതാവ് സൂക്ഷിച്ചു വെച്ച പൊട്ടാസ്യം സയനൈഡ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മകളുടെ പ്രശ്നത്തിൽ ഹൃദയം താണോ അദ്ദേഹം ഹൃദയാഘാതമെന്ന് ഇവർ പറഞ്ഞെങ്കിലും അത് ഒരു പൊട്ടാസ്യം സയനൈഡ് കഴിച്ചുള്ള മരണമാണോ എന്ന് ഇപ്പം സംശയിക്കുന്നുമുണ്ട്. കാരണം ലോക്കറിൽ സൂക്ഷിച്ച ഒരു സ്വത്തും അയാൾക്കോ അയാളുടെ കുടുംബക്കാർക്കോ കൊടുക്കാൻ പാടില്ല. 6 വർഷത്തെ വിവാഹ ബന്ധത്തിനിടയ്ക്ക് വളരെ ചുരുക്ക സന്ദർഭം മാത്രമേ ആ പെൺകുട്ടി ആ ഭർത്താവിനെ കണ്ടിട്ടുള്ളൂ. 25 ദിവസം വിവാഹത്തിന് ശേഷം ഒന്നിച്ച് താമസിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ബന്ധങ്ങൾ മുറിഞ്ഞു. അയാൾ അയർലൻഡിൽ ജോലിയാണ്, അധ്യാപകനാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. ഉണ്ണികൃഷ്ണൻ്റെ അദ്ദേഹത്തിൻ്റെ വീടും ഇവരുടെ പൂന്തറ പരിസരത്ത് തന്നെ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് പിതാവ് അഗ്രികൾച്ചർ ഓഫീസർ രാജീവ് വാങ്ങിവെച്ച പൊട്ടാസ്യം സയനൈഡ് ആണ് എന്നൊരു ധ്വനിയാണ് മകളുടെ ആ ലെറ്ററിൽ നിന്ന് മനസ്സിലാകുന്നത്. പിതാവിൻ്റെ കൈവശം ഇരുന്ന പൊട്ടാസ്യം സയനൈഡ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഏതായാലും അച്ഛനുള്ളപ്പം തന്നെ വാങ്ങിച്ചു വെച്ചതാണ്. അദ്ദേഹം കൃഷിക്കാരനാണ്, കൃഷി വകുപ്പിലെ ജോലിക്കാരനാണ്. അദ്ദേഹം സംഘടിപ്പിച്ച് വെച്ചതാണോ, അദ്ദേഹത്തിൻ്റെ മരണവും ഈ പൊട്ടാസ്യം സയനൈഡ് കഴിച്ചതാണോ എന്ന് ഇപ്പം പലർക്കും സംശയം തോന്നുന്നുണ്ട്. ഏതായാലും അമ്മയുടെയും മകളുടെയും ആ മരണത്തിന് തൊട്ട് മുമ്പ് അവർ ഇത് കഴിച്ച ശേഷം അവർ വാട്സാപ്പിലെ സന്ദേശത്തൂടെ എല്ലാവരെയും അറിയിച്ചു. അങ്ങനെയാണ് അവിടുത്തെ കൗൺസിലറും പൂന്തറ പോലീസ് സ്റ്റേഷനിലെ SHOയൊക്കെ അവിടെ എത്തുന്നത്. അവിടെ പൂന്തറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ
അയാളുടെ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ റാഫിയും കൂടെ ഉണ്ടായിരുന്നു. പൂന്തറ SHO സജീവ്, SI സുനിൽ. അപ്പോൾ അവരൊക്കെയാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി ഈ രംഗം കാണുന്നത്. എന്തായാലും RDO ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. അതുകൊണ്ട് സഹിഷ്ണുതാർ ലാലിമോള് അവിടെ വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇത്. വിവാഹം നമ്മൾ കുട്ടികളെ വളരെ പ്രതീക്ഷയോടെയാണ് വിവാഹമൊക്കെ നടത്തുന്നത്. പക്ഷേ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്ത് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നു. 200 പവൻ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. എത്ര ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് കൊടുത്തത്. പക്ഷേ അത് ചോദിച്ചു കാണും. ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയാതെ വന്നുകൊണ്ടായിരിക്കും അദ്ദേഹം അയർലൻഡുകാരൻ ഇവിടെ നിന്ന് ഇവരുമായിട്ട് ബന്ധമില്ലാതെ മാറിക്കളഞ്ഞു. അതൊക്കെ തോന്നാം നമുക്ക്. എന്തുകൊണ്ടാണ് അത്ര സ്വത്ത് കൊടുത്തിട്ട് അത് അയാളുടെ കൈ കൊടുക്കാത്തത്? അതുകൊണ്ടായിരിക്കണം സ്വത്ത് മോഹിച്ച് കെട്ടിയതാണോ എന്നും അറിയില്ല. അയാൾ വേറെ വിവാഹിതനാണോ എന്നും അറിയത്തില്ല. എന്തായാലും ഇതിന് ഒരു അബറ്റ്മെൻറ്റ് കമ്മിറ്റിയുടെ പരിധിയിലേക്ക് ഇത് വരും. തീർച്ചയായിട്ടും അതുണ്ടാവും. ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. 85 BNS പ്രകാരം അബറ്റ്മെൻറ്റ് ആണ്. 498A ആണ് പഴയ ഇന്ത്യൻ പീനൽ കോഡിലുള്ളത്. അതുപോലെ തന്നെ 308 അബറ്റ്മെൻറ്റും അതുപോലെ 85 BNSും ഇത് 2 വകുപ്പുകളും ചേരേണ്ടി വരും അദ്ദേഹത്തിന് എതിരായിട്ടുള്ള കേസിൽ. അത് തീർച്ചയായിട്ടും പോലീസ് ആ രീതിയിലേക്ക് നീങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്.